അയ്യ വണക്കം എൻ്റെ സുഡാപ്പികളെ. കേരളത്തിലുള്ള എൻ്റെ സുഡാപ്പികൾ ഇതെങ്ങനെ സഹിക്കുമെന്ന് ആലോചിച്ചിട്ട് മുതലാളി എനിക്കൊരു സ്വസ്ഥതയുമില്ല. സംഭവം വേറെ ഒന്നുമില്ല. അതായത് ഫലസ്തീനിൽ നിന്നും, അതായത് വടക്കൻ ഗാസ, ഫലസ്തീനിലാണല്ലോ ഈ ഗാസ ഇരിക്കുന്നത്, ഈ വടക്കൻ ഗാസ ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മൾ ഇതുവരെ യുദ്ധമുണ്ട് അല്ലെങ്കിൽ യുദ്ധം നടക്കുന്നു, ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഒക്കെ വകവരുത്തി എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും പക്ഷേ ഈ ഗാസ എന്ന് പറയുന്ന ആ പ്രദേശം ഉണ്ടല്ലോ, അത് ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കുമോ? ഇസ്രായേൽ അങ്ങനെയാണല്ലോ, എക്സ്പാൻഡ് ചെയ്ത് വരെയാണല്ലോ. അങ്ങനെ വിശാല ഇസ്രായേൽ ആവാനാണ് അവരുടെ പദ്ധതി എന്നൊക്കെയാണ് പല മാധ്യമങ്ങളും സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈജിപ്റ്റൊന്നും ഇസ്രായേലിനെ പിന്നെ കയറി ചൊറിയാൻ പോകാത്തത്. ഈജിപ്റ്റും ജോർദനൊന്നും ചൊറിയാനെങ്ങാനും പോയി കഴിഞ്ഞാൽ അടിച്ച് അണ്ടം കീറി ഈജിപ്റ്റും ജോർദാനും ഒക്കെ ഇസ്രായേലിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് വിശാല ഇസ്രായേലാക്കി യൗമാനം മാറ്റിക്കളയും. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ചൊറിയാൻ അവരാരും പോവാറില്ല. അങ്ങനെ ഫലസ്തീനിലെ വടക്കൻ ഗാസ ഇസ്രായേലിൻ്റെ ഭാഗമാകാൻ പോകുന്നു, ഇസ്രായേൽ അതിനെ കൂട്ടിച്ചേർക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ മൊത്തത്തിൽ പുറത്തു വരുന്നത്. അങ്ങനെ കാത്തിരുന്ന് അത് സംഭവിക്കുകയാണ്. 70,000 പേരാണ് ഈ വടക്കൻ ഗാസയിലുള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഈ 70,000 പേരോട് ഇന്നിറങ്ങിക്കോണം ഈ ടെറിട്ടറിയിൽ നിന്നും, ഈ ബൗണ്ടറിയിൽ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ. അങ്ങനെ 70,000 ഫലസ്തീൻ ജനത അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പോവുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഒഴിഞ്ഞു പോകാനായിട്ട് ഇവർക്ക് ഇസ്രായേൽ കൊടുക്കുന്ന നിർദ്ദേശമുണ്ടല്ലോ, അത് ഡ്രോണുകൾ പറത്തിവിടുക, പിന്നെ സൈന്യത്തെ ഇറക്കുക, അതുകൊണ്ട് മര്യാദയ്ക്ക് ഒഴിഞ്ഞു പോക്കോ, ഇനി ഈ പ്രദേശം ഔദ്യോഗികമായി ഇസ്രായേലിൻ്റെതാകാൻ പോവുകയാണ് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പല മാധ്യമങ്ങളും പുറത്തു വരുന്നുണ്ട്. ജബാലിയ, ബെയ്ത്ത്, ഹനൂർ മേഖലകളിൽ നിന്നാണ് 70,000 ഫലസ്തീൻകാരെ ഒഴിപ്പിച്ചു വിടാൻ പോകുന്നത്. ഈ മേഖലകളിൽ 70,000 ഫലസ്തീൻകാരുണ്ടെന്ന് UN-ന്റെ റിപ്പോർട്ടാണ്. ആ UN-ന്റെ റിപ്പോർട്ട് കണക്കിലെടുത്താണ് ഇപ്പോൾ 70,000 പേര് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പോകുന്നു എന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഒന്ന്. ഇനി ഹനൂനിലെ അഭയകേന്ദ്രമായ സ്കൂളുകൾ വളഞ്ഞ സൈനിക ടാങ്കറുകൾ ഫലസ്തീൻകാരോട് ഗാസ സിറ്റിയിലേക്ക് നീങ്ങാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ ഡ്രോണുകൾ വഴിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡ്രോണുകൾ വഴിയാണ് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇസ്രായേൽ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ്. ഗാസയിലെ വടക്കൻ ഗാസ ഇസ്രായേലിനോട് ചേരാൻ പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്ത റിപ്പോർട്ടുകൾ പ്രകാരം ദെയർ അൽ ബലാഹിലെ കഫറ്റേറിയയിലും വീട്ടിലും ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 14 ഫലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. ഇവിടെ ചിലയിടങ്ങളിൽ ഇസ്രായേൽ സൈന്യവും ഹമാസും തമ്മിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നുണ്ട്. ജബാലിയയിൽ ഇന്നലെ 4 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ഇവിടെ ഒരു മാസത്തിനിടെ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം 24ആയി. ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇവിടെ ഒരു മാസത്തിനിടെ 100 കണക്കിന് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള കണക്കുകൾ ലഭ്യമല്ല എന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് പറയാനുള്ളത്, വടക്കൻ ഗാസയിൽ അടിയന്തര ജീവകാരുണ്യ പ്രവർത്തനത്തിന് 30 ദിവസത്തിനായി ഒരു അവസാനം തരണം എന്ന് UN പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഒരു ജീവകാരുണ്യ പ്രവർത്തനവും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ. പോരാത്തതിന് അവരെ ഇപ്പോൾ തന്നെ അടിയന്തരമായി ഒഴിപ്പിച്ചു വിടണം എന്നും ഇസ്രായേൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അവഗണിച്ചാണ് ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തുന്നത് എന്ന് അൽ ജസീറ പോലെയുള്ള സുഡാപ്പി മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീഡിയ ഫണ്ട് അടക്കമുള്ള മാധ്യമങ്ങളും അടുപ്പ് കൂട്ടി ചർച്ച ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും അടുപ്പ് കൂട്ടി ചർച്ച ചെയ്ത് ഫ്രസ്ട്രേഷൻ തീർക്കുക എന്നുള്ളത് അവരുടെ ഒരു ജോലിയുടെ ഭാഗമാണല്ലോ. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു സ്പിരിറ്റിൽ മാത്രം കണ്ടാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി അടുത്തതായിട്ട് ഇസ്രായേൽ ജീവകാരുണ്യത്തിന് ആവശ്യമായിട്ടുള്ള US പറഞ്ഞ ഒരു കാര്യങ്ങളും ഇസ്രായേൽ ചെയ്തിട്ടില്ലെന്ന് ഓക്സ്ഫാം, സേവ് ദ ചിൽഡ്രൻ, നോർവീജിയൻ റെഫ്യൂജി കൗൺസിൽ എന്നിവയടക്കം 8 ജീവകാരുണ്യ സംഘടനകളുടെ റിപ്പോർട്ട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ജബാലിയയിലും ബെയ്ത്ത് ഹാനൂനിലും 100 കണക്കിന് ഭക്ഷണപ്പൊതികളും വെള്ളങ്ങളും ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ കാണാത്തത് കൊണ്ടാണ് എന്നാണ് ഈ ജീവകാരുണ്യ സംഘടനകളോടൊക്കെ ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ലബനനിൽ വെടിനിർത്തലിനുള്ള സാധ്യത ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് തള്ളിക്കളഞ്ഞിരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന സൂചനയും നൽകി. ലബനനിലെ ഖൻ യാക്കൂബ് ഗ്രാമത്തിൽ ബോംബാക്രമണത്തിൽ 16 പേരും കഴിഞ്ഞ തവണ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടെ മുഴുവനായി കൊല്ലപ്പെട്ടവരുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഏകദേശം 45,000-ഓളം പേര് വരും. അനൗദ്യോഗിക കണക്കുകൾ പ്രകാരം 45,000-ഓളം പേരാണ് ഈ യുദ്ധത്തിനിടെ പരിപൂർണമായി അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. ഇനി അടുത്തതായിട്ട് 100,000-ലേറെ പേർക്ക് പരിക്കേൽക്കേണ്ടി വന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ലബനനിൽ എത്ര പേര് കൊല്ലപ്പെട്ടു എന്ന് നോക്കുകയാണെങ്കിൽ ലബനനിൽ 3,700
1243 പേര് കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിനിടയിൽ അമേരിക്കയിൽ ട്രംപ് ഭരണകൂടം വരാൻ പോവുകയാണ്. ട്രംപ് ഭരണകൂടം അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ, ട്രംപിനെ നമുക്കറിയാലോ, ട്രംപ് ഈ സമാധാനത്തിൻ്റെ ആളാണ്. ട്രംപ് അവിടെ ഇരുന്നപ്പോൾ പശ്ചിമേഷ്യയിൽ സമാധാനം പുലർന്നിരുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അത് ട്രംപിനെ അവിടെ നിന്ന് അടിച്ചിറക്കി ജോ ബൈഡൻ അവിടെ കയറിയപ്പോൾ ഇവിടുത്തെ സുഡാപ്പികളൊക്കെ സന്തോഷിച്ചു. അടിപൊളി, ജിങ്കാലല്ല, ജോ ബൈഡൻ വന്നു. സഖാവാണ് ജോ ബൈഡൻ വന്നു കഴിഞ്ഞാൽ മുസ്ലിം വിരുദ്ധത പറയൂല, അടിച്ച് കയറ്റി കൊടുക്കുകയുള്ളൂ എന്ന് കൃത്യമായിട്ട് സുഡാപ്പികൾക്ക് മനസ്സിലായി. കാരണം ജോ ബൈഡൻ എന്ന വേട്ടാവളിയൻ അവിടെ എന്ന് കയറിയിരുന്നു അന്ന് മുതൽ പലസ്തീൻകാരുടെ കണ്ടക ശനി തുടങ്ങിയതാണ്. കയറിയടിച്ചോ എന്ന് പറഞ്ഞ് ഇസ്രായേലിനെ കൊണ്ട് ഗാസ മുഴുവൻ ഒഴിപ്പിച്ചു. ഇപ്പൊ വടക്കൻ ഗാസ ഇസ്രായേലിന്റെ ഭാഗത്തോട്ട് ആക്കാൻ പോവാണ്. അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ ട്രംപ് കയറി കഴിഞ്ഞാൽ ട്രംപ് പറയും വേണ്ട, നമുക്ക് സമാധാനമാണ് വലുത് എന്ന് ട്രംപ് പറഞ്ഞു കളയും. അങ്ങനെ ട്രംപ് പറയുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം? ഗാസ പെട്ടെന്ന് നിങ്ങൾ പിടിച്ചെടുക്കണം എന്ന ആ ഒരു നീക്കത്തിൽ ഫലസ്തീൻ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. അതാണ് ട്രംപിന്റെ ഒരു ക്വാളിറ്റി. സുഡാപ്പി എൻ്റെ അടുത്താണ് പറയണത്, ഇതാണ് ട്രംപിന്റെ ക്വാളിറ്റി, മനസ്സിലായല്ലോ. അങ്ങനെ പറയുന്നതിന് മുമ്പ് ഇസ്രായേൽ പെട്ടെന്ന് അത് പിടിച്ചെടുക്കും. എന്തായാലും ജനുവരി 20 ട്രംപ് അളിയൻ അധികാരത്തിലേറുന്നത്. അധികാരത്തിലേറുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ ഇതെല്ലാം അടിച്ചൊതുക്കി കയ്യിൽ തരും എന്നാണ് പല മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.